നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യുഎഇയുടെ ഹൃദയമെന്നും പ്രവാസികൾക്ക് തൊട്ടറിയാൻ കഴിയും. അത്രത്തോളം കരുതലാണ് സ്വദേശികൾക്കെന്ന പോലെ പ്രവാസികൾക്കും നൽകി വരുന്നത്. എന്നാൽ പ്രവാസികൾക്ക് മാത്രമല്ല, തങ്ങളുടെ സുഹൃത്തുക്കളായ രാജ്യങ്ങളെയും സഹായിക്കാൻ മറക്കില്ല ഈ ഭരണാധികാരികൾ. പ്രവാസികൾക്ക് ഏറെ സന്തോഷം നൽകുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 1 മില്യൺ മീൽസ് പദ്ധതിയിലൂടെ ഇന്ത്യയിലും പാകിസ്ഥാനിലുമായി 25 ലക്ഷം പേർക്ക് ഭക്ഷണം വിതരണം ചെയ്തതായി യുഎഇ അറിയിച്ചിരിക്കുകയാണ്. അതായത് 4 ഉപഭൂഖണ്ഡങ്ങളിലായി 50 രാജ്യങ്ങളിലെ നിലാരംഭർക്കും പോഷകാഹാരക്കുറവുള്ളവരുമായ നിർധനർക്കും ഭക്ഷണം എത്തിക്കുന്നതായി കഴിഞ്ഞ റംസാനിൽ യുഎഇ പ്രഖ്യാപിച്ച പദ്ധതിയുടെ ഭാഗമാണിത്. ഇന്ത്യയിൽ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ 15,37,500 ഭക്ഷണപ്പൊതികളുമായി വിതരണം ചെയ്തത്. ഇവിടങ്ങളിലെ 75,000 കുടുംബങ്ങൾക്ക് ആഴ്ചകളോളം പാചകം ചെയ്ത ഭക്ഷണം എത്തിച്ചിരുന്നു. പാകിസ്ഥാനിൽ 10 ലക്ഷം ഭക്ഷണപ്പൊതികൾ നൽകി. കൂടാതെ താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസക്കിസ്ഥാൻ, ഫിലിപ്പീൻസ്, കംബോഡിയ എന്നീ രാജ്യങ്ങളിലുള്ളവർക്കും ഭക്ഷണം എത്തിച്ചു. 7 ഏഷ്യൻ രാജ്യങ്ങളിലായി 25 ലക്ഷം ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്തു. മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ഹ്യൂമാനിറ്റേറിയൻ ആൻഡ് ചാരിറ്റി എസ്റ്റാബ്ലിഷ്മെന്റ് സഹകരണത്തോടെയാണ് പദ്ധതി. വിദേശ രാജ്യങ്ങളിലെ വിതരണത്തിന് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ഗ്ലോബൽ ഇനിഷ്യേറ്റീവാണ് മേൽനോട്ടം വഹിക്കുന്നത്. 60 കോടി ഭക്ഷണപ്പൊതികൾ അഭ്യുദയകാംക്ഷികളുടെ സംഭാവനയിൽ നിന്നും 40 കോടി ഭക്ഷണപ്പൊതികൾ യുഎഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും സ്വന്തം നിലയ്ക്കും നൽകുകയായിരുന്നു. അതേസമയം ദുബായിലെ 11 റെസിഡൻഷ്യൽ ഏരിയകളിൽ കൂടി ഈ സ്കൂട്ടർ ഓടിക്കാൻ അനുമതി നൽകിയിരിക്കുകയാണ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. 2023 തുടക്കം മുതലാണ് അനുമതി പ്രാബല്യത്തിൽ വരിക. ഇതോടെ ദുബായിൽ ഈ സ്കൂട്ടറുകൾ ഉപയോഗിക്കാൻ അനുവദിക്കപ്പെട്ട ജില്ലകളുടെ എണ്ണം 21 ഉയരും. നിലവിൽ 10 കേന്ദ്രങ്ങളിലായി 185 കിലോമീറ്ററാണ് ഈ സ്കൂട്ടറുകൾക്ക് അനുമതി നൽകിയിരിക്കുന്നത്. പുതിയ 11 കേന്ദ്രങ്ങൾ കൂടി ചേരുന്നതോടെ ഇത് 390 കിലോമീറ്ററായി വർദ്ധിക്കും. അൽത്തവർ 1, അൽത്തവർ 2, സുഖൈം 3, അൽ ഗർഹൂദ്, മുഹൈസിന 3, ഹുറൈർ 1, അൽ സഫ 2, അൽ ബർഷദ് സൗത്ത് 2, അൽ ബർഷ 3, അൽ ഖുസ് 4, നാദ് അൽ ഷേഖബ 1 എന്നിവിടങ്ങളിലാണ് അടുത്ത വർഷം തുടക്കം മുതൽ ഈ സ്കൂട്ടർ ഉപയോഗിക്കാൻ അനുമതി. 10 പൊതുഗതാഗത സ്റ്റേഷനുകളിലേക്കും വ്യാപാര കേന്ദ്രങ്ങൾ, പൊതു പാർക്കുകൾ തുടങ്ങി 18 പ്രധാന കേന്ദ്രങ്ങളിലേക്കും ഈ സ്കൂട്ടറുകളിൽ യാത്ര ചെയ്തെത്താൻ പുതിയ കേന്ദ്രങ്ങൾ തുറക്കുന്നതോടെ സാധിക്കുമെന്നും അധികൃതർ അറിയിച്ചു. 1.25 ലക്ഷത്തോളം താമസക്കാർക്ക് ഉപകാരപ്പെടുന്നതാണ് ഈ തീരുമാനം. സ്വകാര്യ വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിന് പകരം ഈ സ്കൂട്ടർ വഴിയുള്ള യാത്ര താമസക്കാരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സൗകര്യമാവുന്നതാണ്.